സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറന്നുയരേണ്ട നയതന്ത്രമേശകളിൽ ഇന്ന് യുദ്ധത്തിന്റെ കരിനിഴൽ വീണിരിക്കുന്നു. ലോകം മുഴുവൻ സമാധാന ചർച്ചകളെ ഉറ്റുനോക്കുമ്പോൾ 2026 മെയ് മാസത്തിന്റെ ഈ പുലരിയിൽ പശ്ചിമേഷ്യയിൽ നിന്ന് കേൾക്കുന്നത് സമാധാനത്തിന്റെ വാക്കുകളല്ല, മറിച്ച് വിനാശകാരികളായ യുദ്ധവിമാനങ്ങളുടെ ഭീകരമായ ഇരമ്പലും കടലിനെ വിറപ്പിക്കുന്ന യുദ്ധക്കപ്പലുകളുടെ നങ്കൂരമിടലുകളുമാണ്. വെറും 24 മണിക്കൂറിനുള്ളിൽ 6500 ടൺ മാരക ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് എത്തിച്ച അമേരിക്കയുടെ നടപടി ലോകം കണ്ട ഏറ്റവും വലിയ വഞ്ചനയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് രൂപം നൽകിയ ഈ സൈനിക നീക്കം മാനവികതയുടെ എല്ലാ അതിർവരമ്പുകളെയും ലംഘിക്കുന്ന ക്രൂരതയായി മാറിയിരിക്കുന്നു. ചർച്ചാവേളകളിൽ പോലും ചതിയുടെയും അധിനിവേശത്തിന്റെയും ബ്ലൂ പ്രിന്റുകൾ തയ്യാറാക്കുന്ന അമേരിക്കൻ ഭരണാധികാരികൾ ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാവുകയാണ്. ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പരമാധികാര രാഷ്ട്രത്തെ ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ ശ്രമിക്കുന്ന ഈ നീക്കം സാമ്രാജ്യത്തിന്റെ ഒടുങ്ങാത്ത രക്തദാഹമാണ്. നുണകൾ കൊണ്ട് യുദ്ധങ്ങളെ ന്യായീകരിക്കുന്ന ഈ അധിനിവേശ തന്ത്രങ്ങൾക്കിടയിൽ ലോകത്തിന്റെ മുഴുവൻ പിന്തുണയോടെ ഇറാൻ നടത്തുന്ന അചഞ്ചലമായ ചെറുത്തുനിൽപ്പും ആയുധങ്ങൾ കൊണ്ട് ഭരിക്കാൻ നോക്കുന്നവർക്ക് ഇറാൻ നൽകുന്ന മറുപടിയും ലോക ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കും. നീതിയില്ലാത്ത സമാധാനത്തെക്കാൾ അന്തസ്സുള്ള പോരാട്ടമാണ് ശ്രേഷ്ഠമെന്ന് ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ ഈ അധികാരക്കളി മാനവരാശിക്ക് ഭീതി നൽകുമ്പോൾ പതറാത്ത ഇറാന്റെ നിലപാടുകൾ ലോകത്തെ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് ആവേശമായി മാറുകയാണ്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കേവലം കുറഞ്ഞ നാളുകൾക്കുള്ളിൽ 1,15,600 ടണ്ണിലധികം യുദ്ധ സാമഗ്രികളാണ് പശ്ചിമേഷ്യയിലേക്ക് ഒഴുകിയെത്തിയത്. ഇതിൽ സിംഹഭാഗവും ജനവാസ മേഖലകളെ നിമിഷനേരം കൊണ്ട് തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക എയർ ടു ഗ്രൗണ്ട് മിസൈലുകളും ഏത് ദുർഘടമായ ഭൂപ്രകൃതിയിലും ഇരച്ചു കയറാൻ തക്കവണ്ണം നിർമ്മിച്ച ജോയിന്റ് ലൈറ്റ് ടാക്ടിക്കൽ വെഹിക്കിൾ പോലുള്ള യുദ്ധവാഹനങ്ങളുമാണ്. ഒരു വശത്ത് ലോകവേദികളിൽ വെടിനിർത്തലിനെ കുറിച്ചും സമാധാന ചർച്ചകളെ കുറിച്ചും വാചാലമാകുമ്പോഴും മറുവശത്ത് ഇസ്രായേലിനെ ഒരു കൂറ്റൻ ആയുധപ്പുരയാക്കി മാറ്റുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ലോക മനസാക്ഷിയെ പച്ചയായി പരിഹസിക്കുന്നതാണ്. സമാധാനത്തിന്റെ മുഖംമൂടി അണിഞ്ഞ ഈ ആയുധക്കടത്ത് യഥാർത്ഥത്തിൽ ഇറാന്റെ ഹൃദയമിടിപ്പിന് നേരെ ഉന്നം പിടിച്ച ലോഡഡ് തോക്കിന് തുല്യമാണ്. മധ്യപൂർവ്വദേശത്ത് തങ്ങളുടെ സാമ്പത്തിക സൈനികാധിപത്യം ഉറപ്പിക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന വെറുമൊരു ഉപകരണം അഥവാ പ്രോക്സി മാത്രമായി ഇസ്രായേൽ ഇന്ന് അധംപതിച്ചിരിക്കുന്നു. ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾ പോലും ഈ അവസാനമില്ലാത്ത യുദ്ധത്തിലും കുതിച്ചുയരുന്ന ജീവിത ചെലവിലും പൊറുതിമുട്ടുമ്പോഴും ജനവികാരം അവഗണിച്ച് അമേരിക്കയുടെ യജമാനന്മാരുടെ അജണ്ട നടപ്പിലാക്കാനാണ് നെതന്യാഹു ഭരണകൂടം ശ്രമിക്കുന്നത്. അമേരിക്കൻ സൈനിക മിഷനുകളും ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായി നടത്തുന്ന ഈ ആയുധ കൈമാറ്റം കേവലം പ്രതിരോധത്തിനുള്ളതല്ല, മറിച്ച് ഇറാൻ എന്ന പരമാധികാര രാഷ്ട്രത്തിന്റെ ഭൂപടം മാറ്റിവരയ്ക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. അമേരിക്കൻ നികുതി പണക്കാരുടെ അധ്വാനം പശ്ചിമേഷ്യയിൽ രക്തപ്പുഴകൾ ഒഴുകാൻ ഉപയോഗിക്കുന്നതിലൂടെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണെന്ന് അവകാശപ്പെടുന്നവരുടെ തനിനിറം ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ഈ അധികാര കളിക്ക് ഇസ്രായേൽ വില കൊടുക്കുന്നത് സ്വന്തം സുരക്ഷയും അന്തസ്സും പണയപ്പെടുത്തിക്കൊണ്ടാണ്. അമേരിക്കൻ ജനാധിപത്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു ഭരണഘടനാ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം പ്രസിഡന്റിന്റെ യുദ്ധാധികാരങ്ങൾക്ക് കടിഞ്ഞാണിടാൻ കൊണ്ടുവന്ന 1973 വാർ പവേഴ്സ് ആക്ട് ഇന്ന് അമേരിക്ക ചവിറ്റുകുട്ടയിലേക്ക് എറിഞ്ഞിരിക്കുകയാണ്. ഈ നിയമപ്രകാരം വിദേശ മണ്ണിലെ ഏതൊരു സൈനിക ഇടപെടലിനും 60 ദിവസത്തിനകം കോൺഗ്രസിന്റെ കൃത്യമായ അനുമതി വാങ്ങിയിരിക്കണം. ആ നിർണായകമായ കാലാവധി മെയ് 1 അവസാനിക്കുമ്പോൾ നിയമത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത് ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാണ്. നമ്മളിപ്പോൾ വെടിനിർത്തലിലാണെന്നും അതിനാൽ ഈ നിയമം ബാധകമല്ലെന്നുമുള്ള ഭരണകൂടത്തിന്റെ വിചിത്രമായ വാദം വെറും കണ്ണിൽ പൊടിയാണ്. നമ്മൾ യുദ്ധത്തിലല്ല എന്ന് ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഇറാന്റെ സുപ്രധാന തുറമുഖങ്ങൾ അമേരിക്കൻ നാവികസേന ഉപരോധിച്ചിരിക്കുന്നു. അവരുടെ എണ്ണക്കപ്പലുകൾ കടലിൽ തടയപ്പെടുന്നു. ഇസ്രായേലിൽ ടൺ കണക്കിന് യുദ്ധ സാമഗ്രികൾ കുന്നുകൂടുന്നു. ഇതിനെ യുദ്ധമല്ലെന്ന് വിളിക്കുന്നത് ലോക ജനതയെ ഒന്നടങ്കം പരിഹസിക്കുന്നതിന് തുല്യമാണ്. പീറ്റ് ഹെക്സത്തിനെ പോലുള്ള യുദ്ധക്കൊതിയന്മാർ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ഈ അധിനിവേശത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ അമേരിക്കൻ നികുതി പണക്കാരുടെ വിയർപ്പും അധ്വാനവുമാണ് പശ്ചിമേഷ്യയിലെ കുരുന്നുകളുടെ ചോര വീഴ്ത്താനായി ആയുധങ്ങളായി മാറുന്നത്. ആദം ഷിഫിനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ ഏകപക്ഷീയമായ സൈനിക നീക്കം അമേരിക്കയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ എന്നേക്കുമായി തകർക്കുകയാണ്. 13 അമേരിക്കൻ സൈനികരുടെ ജീവൻ ഇതിനകം തന്നെ ഈ അനാവശ്യ സംഘർഷത്തിൽ ബലിയർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഭരണഘടനയും കോൺഗ്രസിനെയും നോക്കുകുത്തിയാക്കി ട്രംപ് നടത്തുന്ന ഈ അധികാരക്കളി പശ്ചിമേഷ്യയിൽ ചുടുകാടാക്കി മാറ്റാൻ അമേരിക്കൻ ജനാധിപത്യത്തെ തന്നെ കുരുതി കൊടുക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ആക്സിയോസ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ട വിവരങ്ങൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. ട്രംപിന്റെ മേശപ്പുറത്തുള്ള സൈനിക ബ്ലൂ പ്രിന്റ് ഇറാൻ എന്ന രാഷ്ട്രത്തെയും അവിടുത്തെ ജനതയും പൂർണ്ണമായും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇതിലെ ഒന്നാമത്തെ പദ്ധതി ഇറാന്റെ പൗരസ്ത്യമായ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുക എന്നതാണ്. വൈദ്യുതി നിലയങ്ങൾ, ജലവിതരണ സംവിധാനങ്ങൾ, ആശയവിനിമയ കേന്ദ്രങ്ങൾ എന്നിവ ബോംബിട്ട് നശിപ്പിക്കുന്നതിലൂടെ ഒരു ജനതയെ മുഴുവൻ പട്ടിണിയിലേക്കും ഇരുട്ടിലേക്കും തള്ളിയിട്ട് അവരെ ചർച്ചാമേശയിലേക്ക് വരാൻ നിർബന്ധിതരാക്കുക എന്ന ക്രൂരമായ തന്ത്രമാണിത്. ഇത് കേവലം ഒരു സൈനിക നടപടിയല്ല, മറിച്ച് മാനവികതയ്ക്ക് എതിരായ വംശഹത്യയുടെ മറ്റൊരു രൂപമാണ്.
രണ്ടാമതായി ലോകത്തെ 20% എണ്ണ കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിനെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നു. ഇറാന്റെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നതിനോടൊപ്പം തന്നെ ആഗോള എണ്ണ വിപണിയെയും മറ്റു രാഷ്ട്രങ്ങളെയും സാമ്പത്തികമായി ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ കുതന്ത്രമാണിത്. മൂന്നാമത്തെയും ഏറ്റവും അപകടകരവുമായ നീക്കം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് സ്പെഷ്യൽ ഫോഴ്സിനെ ഉപയോഗിച്ച് നേരിട്ട് കടന്നു കയറാനുള്ള പദ്ധതിയാണ്. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ അതീവ സുരക്ഷാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന ഇത്തരമൊരു റെയ്ഡ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം മാത്രമല്ല, പശ്ചിമേഷ്യയെ മൊത്തത്തിൽ വിഴുങ്ങുന്ന ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന് തിരികൊളുത്തുക കൂടിയാണ്. ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഈ 3 പദ്ധതികളും ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നതിൽ ഒരു തർക്കവുമില്ല. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ തികച്ചും യുക്തിഭദ്രവും ചിന്തിപ്പിക്കുന്നതുമാണ്. സമാധാന ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ തന്നെ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യം വെച്ച് കൊലപ്പെടുത്തിയ ചതിയുടെ കറുത്ത ചരിത്രമുള്ള അമേരിക്കയെ ഇനി ആര് വിശ്വസിക്കും? ഈ വഞ്ചന ഇറാനിലെ ഓരോ പൗരന്റെയും ആത്മാഭിമാനത്തിനേറ്റ മുറിവാണ്. ദൈവത്തിന്റെ സഹായത്താൽ അമേരിക്കയില്ലാത്ത ഒരു ഭാവി എന്ന മുസ്തഫ ഖമേനിയുടെ പ്രഖ്യാപനം വെറുമൊരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, മറിച്ച് സാമ്രാജ്യത്തിന്റെ നുഖത്തിന് കീഴിൽ ജീവിക്കാൻ വിസമ്മതിക്കുന്ന ഒരു ജനതയുടെ ആകെ തുകയാണ്. ഇറാന്റെ ചെറുത്തുനിൽപ്പ് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ നിമിഷ നേരം കൊണ്ട് കടലിന്റെ അടിത്തട്ടിലെത്തിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ഹൈപ്പോസോണിക് മിസൈലുകളും ഡ്രോൺ സാങ്കേതിക വിദ്യയും ഇന്ന് അവരുടെ പക്കലുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഏതൊരു കയ്യേറ്റത്തെയും അതിശക്തമായി നേരിടുമെന്ന ഇറാന്റെ പ്രഖ്യാപനം എല്ലാവർക്കുമുള്ള കൃത്യമായ താക്കീതാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ കടന്നുകയറ്റം പശ്ചിമേഷ്യയെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ മഹാദുരന്തത്തിന് വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഇറാനെതിരെയുള്ള ഓരോ ബോംബാക്രമണവും ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ തകർച്ചയിലേക്കുള്ള ആണിയടിയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ വിതരണ പാതകൾ യുദ്ധക്കളമാകുന്നതോടെ എണ്ണവില നിയന്ത്രണാതീതമായി ഉയരുകയും ഇത് വികസ്വര രാജ്യങ്ങളെ പട്ടിണിയിലേക്കും ആഭ്യന്തര കലാപങ്ങളിലേക്കും തള്ളിയിടുകയും ചെയ്യും. ഈ സംഘർഷം ഇറാനിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ലെന്ന് ഉറപ്പാണ്. റഷ്യയും ചൈനയും തങ്ങളുടെ തന്ത്രപ്രധാന പങ്കാളിയായി ഇറാനെ പിന്തുണച്ച് രംഗത്തെത്തുന്നതോടെ സാഹചര്യം ഒരു 3ാം ലോക മഹായുദ്ധത്തിന് ഒരു കവാടമായി മാറും. പല രാജ്യങ്ങളും ഇതിനകം തന്നെ അമേരിക്കൻ ധിക്കാരത്തെ അപലപിച്ചു കഴിഞ്ഞു. അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഭരണഘടനാപരമായ പ്രതിസന്ധികളും ആഭ്യന്തര പ്രതിഷേധങ്ങളും പുകയുമ്പോൾ ട്രംപ് ഭരണകൂടം കൊളുത്തിവിട്ട ഈ തീജ്വാലകൾ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോന്നവയാണ്. നീതി നിഷേധിക്കപ്പെട്ട സമാധാനം എന്നത് വെറും ഒരു വ്യാമോഹം മാത്രമാണെന്ന് ഈ സാഹചര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മെയ് 1 സമയപരിധി അവസാനിക്കുമ്പോൾ ലോകം ചോദിക്കുന്നത് ഒന്ന് മാത്രമാണ്: ആയുധങ്ങൾ കൊണ്ട് പടുത്തുയർത്തുന്ന ഒരു സമാധാനത്തിന് എത്ര നാൾ ആയുസ്സുണ്ടാകും? ഇസ്രായേലിലേക്ക് അമേരിക്ക എത്തിച്ച 1,15,600 ടൺ യുദ്ധ സാമഗ്രികൾ സമാധാനത്തിനല്ല, മറിച്ച് അധിനിവേശത്തിന്റെ ആഴം വർദ്ധിപ്പിക്കാനാണെന്ന പശ്ചിമേഷ്യയിൽ കത്തുന്ന ആകാശം വിളിച്ചു പറയുകയാണ്. നീതിയില്ലാത്ത സമാധാനം വെറും ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ്. അത് ഏതു നിമിഷവും വീണ്ടും കത്തിപ്പടരാം. ഇറാൻ എന്ന രാഷ്ട്രം അതിന്റെ ആത്മാഭിമാനവും ചരിത്രപരമായ കരുത്തും മുറുകെ പിടിച്ച് ഈ അമേരിക്കൻ ചതിയെ നേരിടാൻ സജ്ജമാണ്. അമേരിക്കയുടെ അധികാരക്കളി മാനവരാശിക്ക് ഭീതിയും അനിശ്ചിതത്വവും മാത്രമാണ് നൽകുന്നത്. എന്നാൽ അടിച്ചമർത്തപ്പെട്ടവരുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ അത്യാധുനിക മിസൈലുകൾ പോലും നിഷ്പ്രഭമാകുന്ന ചരിത്രമാണ് ലോകത്തിനുള്ളത്. പശ്ചിമേഷ്യയുടെ മണ്ണിൽ വീണ്ടും ചോരപ്പുഴ ഒഴുക്കാൻ തുനിയുന്നവർ ഓർക്കുക, നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ചെറുത്തുനിൽപ്പ് ഈ സാമ്രാജ്യ അധിനിവേശത്തിന് അന്ത്യം കുറിക്കും. ചോര കൊണ്ട് ചരിത്രം എഴുതുന്ന അമേരിക്കൻ തന്ത്രങ്ങൾക്കിടയിലും പശ്ചിമേഷ്യയുടെ മണ്ണ് സ്വതന്ത്രമാകുമെന്ന ഒരു നാളേക്ക് വേണ്ടി ലോകം കാത്തിരിക്കുന്നു. കാരണം അന്തിമ വിജയം എപ്പോഴും നീതിക്കൊപ്പം പോരാടുന്നവർക്ക് മാത്രമാണ്.